ആക്സിസ് മൈ ഇന്ത്യയുടെ ഫലം ജാർഖണ്ഡിൽ 53 സീറ്റുകൾ വരെ JMM പ്ലസ് കോൺഗ്രസുമായി ഉൾപ്പെട്ട ആ സഖ്യം നേടുമെന്നുള്ളതാണ്. BJPക്ക് 25. കഴിഞ്ഞ തവണ BJP അവിടെ നേടിയ സീറ്റാണ് 25. ആ കണക്കിലേക്ക് BJP സഖ്യം പോകുമെന്നുള്ളതാണ്. പാലക്കാട്ടേക്ക് തിരിച്ചെത്താം. പാലക്കാട് ഇനി ഏതാനും ബൂത്തുകളിൽ കൂടി മാത്രമേ പോളിംഗ് അവസാനിക്കാനുള്ളൂ. ശ്രീ മോഹൻ വർഗീസ്, എങ്ങനെ കാണുന്നു ഓരോ മുന്നണിയുടെയും അവകാശവാദത്തെ? പാലക്കാട് ഓരോ മുന്നണിയും 3 മുന്നണികളും ഏതാണ്ട് ഒരുപോലെ തന്നെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് പാലക്കാട്. കാരണം പോളിംഗ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല, പൂർണ്ണ തോതിൽ അവസാനിച്ചിട്ടില്ല. അവസാന വോട്ട് കണക്കിൽ 73% വോട്ട് എന്നാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. 70% കടന്നിരിക്കുന്നു. അവസാന കണക്കിൽ 73 ഇവിടെ പോളിംഗ് ശതമാനം പൊതുവെ ഉയരുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് ട്രഡീഷണലി UDF സംവിധാനത്തിനും കോൺഗ്രസ് പാർട്ടിക്കും മെച്ചമാണെന്ന് പറയാറുണ്ട്. പക്ഷേ മുൻകാലങ്ങളിൽ ഈ അടുത്ത കാലത്തൊക്കെ സമീപഭൂതകാലത്ത് നടന്ന പല തെരഞ്ഞെടുപ്പുകളിലും അത് വളരെ വ്യക്തമല്ല. ഇവിടെ പിരായിരി പഞ്ചായത്തിലാണ് കോൺഗ്രസിന് നിർണായകമായ എഡ്ജുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഈ ശ്രീധരൻ പാലക്കാട് നഗരസഭയിൽ വളരെ നല്ല ഭൂരിപക്ഷത്തിൽ 7000-ൽ പരം വോട്ടിന് മുന്നിട്ട് നിന്നിട്ട് പോലും പിരായിരി പഞ്ചായത്തിലെ വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ ഷാഫി പറമ്പിൽ ഒരു നേരിയ മേൽക്കൈ നേടുന്ന ഒരു കാഴ്ച കണ്ടു. ഇപ്രാവശ്യം പിരായിരി പഞ്ചായത്തിൽ വോട്ട് ശതമാനത്തിൽ ലേശം കുറവ് സംഭവിക്കുമ്പോൾ കോൺഗ്രസിന് ചെറിയ ആശങ്കകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഓർക്കൂ, പാലക്കാട് നഗരസഭ 60-70% വോട്ടുകളുള്ള പാലക്കാട് നഗരസഭയിൽ കോൺഗ്രസും BJPയും തന്നെയാണ് പ്രധാന കക്ഷികളെന്ന് ഓർക്കണം. അതിന് പുറത്ത് പഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ കണ്ണാടി, പിരായിരി, അതുപോലെ തന്നെ മാത്തൂർ പഞ്ചായത്തുകൾ വരുമ്പോൾ അവിടെ കോൺഗ്രസിനും CPM-നും തന്നെയാണ് അവിടെ എഡ്ജുള്ളത്. അപ്പോൾ ഈ 2 കക്ഷികളും തമ്മിൽ മത്സരം വരുമ്പോൾ BJPക്ക് കിട്ടുന്ന നിർണായകമായ മേൽക്കൈ ഒരുപക്ഷെ പാലക്കാട് നഗരസഭ 2 ടേമായി ഭരിക്കുന്ന BJPയാണ്. അവിടെ ലഭിക്കുന്ന മേൽക്കൈയെ മറികടക്കുന്ന രീതിയിൽ കോൺഗ്രസിനോ LDFിനോ പഞ്ചായത്തുകളിൽ ലഭിക്കുന്ന ഒരു മുൻതൂക്കം കിട്ടുമോ എന്നതാണ് അവിടെ ചോദ്യം. അതുകൊണ്ട് ഇവിടെ തീർത്തും അപ്രവചനീയമാണ്. അവസാന കണക്കുകൾ 73% എത്തി നിൽക്കുമ്പോൾ കോൺഗ്രസിന് ആശ്വസിക്കാൻ വകയുണ്ട്. കാരണം അവർ ഉദ്ദേശിച്ച ഒരുതരം ശതമാനത്തിലേക്ക് എത്തുന്ന വോട്ട് ഷെയർ. പക്ഷേ അവിടെ വാർഡ് തിരിച്ചുള്ള അല്ലെങ്കിൽ മേഖല തിരിച്ചുള്ള ശക്തി കേന്ദ്രങ്ങൾ തിരിച്ചുള്ള കണക്കുകൾ കൂടി വ്യക്തമാണെങ്കിൽ മാത്രമേ ഏതെങ്കിലും ശരിയാണ്. അതായത് പിരായിരി പഞ്ചായത്തിൽ UDFന് വോട്ട് കുറയും, അത് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകളിൽ കുറവ് സംഭവിക്കും, അത് LDFിലേക്ക് പോകും എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. അവിടെയാണ് K. സുരേന്ദ്രൻ ആത്മവിശ്വാസം പറയുന്നത് BJP ജയിക്കും, LDF 2ാം സ്ഥാനത്തേക്ക് പോകും, UDF 3ാമതാകുമെന്ന്. ഡോക്ടർ